ഈ വയനാട് ദുരിതബാധിതർക്കായി സർക്കാർ ചെലവഴിച്ച പണം സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ചില പൊരുത്തക്കേടുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. മിനിസ്റ്ററുടെ ഒരു നോട്ടത്തിൽ എങ്ങനെയാണത്? വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ചില പ്രചരണങ്ങളാണ് നടക്കുന്നത്. വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതു നന്മയെ അല്ലെങ്കിൽ ആ ഒരു പൊതു നന്മ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട്, അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ബോധപൂർവമായിട്ടുള്ള ശ്രമമായിട്ട് ഇതിനെ കാണാനായിട്ട് കഴിയുകയുള്ളൂ. വളരെ ക്ലിയറായി ഇതൊരു എസ്റ്റിമേറ്റ് ആണ് എന്നുള്ളതും അത് വളരെ വ്യക്തമായി ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പല മാധ്യമങ്ങളും ചെയ്തത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പിഴവ് വന്നുപോയി എന്നും പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദയവായി ഇത്തരത്തിൽ നമ്മുടെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ നമുക്കുണ്ടായിട്ടുള്ള ഒരു നഷ്ടങ്ങൾ വളരെ വലുതാണ്. എത്രയോ ജീവനുകൾ അവിടെ പൊലിഞ്ഞു. അപ്പോൾ അത് റീബിൽഡ് ചെയ്യുക എന്നുള്ളത് കേരളത്തിൻ്റെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് സംബന്ധിച്ച് ഓഗസ്റ്റ് 17 തയ്യാറാക്കിയ ഒരു എസ്റ്റിമേറ്റ് സംബന്ധിച്ച കാര്യമാണ് ചിലവാക്കി എന്നുള്ള നിലയിൽ ഇത് പ്രചരിക്കുന്നത്. ദയവായി അത്തരത്തിലുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കണം. അത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തരുത്. നമുക്ക് കേരളം എന്നുള്ളത് പൊതുവികാരമാണ്, അതിലൊരു വ്യത്യാസങ്ങളുമില്ല. എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ഈ ഒരു ആവശ്യങ്ങൾ, അതുപോലെ ആ ചൂരൽമല മുണ്ടക്കായ് ഭാഗങ്ങളിലെ നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമ്മൾ ആ മാതൃകയാണ് ഈ ദിവസങ്ങളിൽ ഒക്കെ തന്നെ കാണിച്ചത്. സംസ്ഥാനത്തിന് എയിംസ് എന്ന ആവശ്യം പ്രധാനമായും ഈ അങ്ങനെ ഒരു കണക്ക് കൊടുക്കുമ്പോൾ ചെലവ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കെ എസ്റ്റിമേറ്റ് കൊടുത്തു എന്നുള്ളതാണ്. ഞാൻ വളരെ ക്ലിയറായി പറഞ്ഞല്ലോ. ഓഗസ്റ്റ് 17 എന്ന് പറയുമ്പോൾ എത്ര ദിവസം എന്ന് സംബന്ധിച്ച് സാധാരണ കൊടുക്കുന്നത് ഒരു എസ്റ്റിമേറ്റാണ്. ആ എസ്റ്റിമേറ്റിനെ സംബന്ധിച്ചാണ് ഇത് ചിലവാക്കിയെന്ന് സംബന്ധിച്ച് പറയുന്നത്. ദയവായി അതിൽ നിന്ന് പിൻവാങ്ങണം. നമുക്ക് ഒറ്റക്കെട്ടായി, കേരളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒറ്റക്കെട്ടായി നമുക്ക് നിൽക്കാം. അതിന് എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു.